തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ നിരവധി പേരാണ് ഇരകളായത്. ഇതോടൊപ്പം വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ട്. ഇത് കണ്ടെത്താൻ ഹൈറിച്ച് സ്ഥാപനത്തിന്റെ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കേരളം, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് സൂചന. തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിന് പിന്നാലെയാണ് ഇഡി കേസെടുത്തത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു വിവിധയിടങ്ങളിലെ ഇഡി റെയ്ഡ്. ഹൈറിച്ച് ഡയറക്ടർമാരായ KT പ്രതാപൻ, ശ്രീന എന്നിവർക്ക് നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച കോടിക്കണക്കിന് രൂപ ഇവർ വിവിധയിടങ്ങളിലേക്ക് വകമാറ്റിയെന്നാണ് കരുതുന്നത്. ഇത് കണ്ടെത്താനാണ് ഇഡി 13 ഇടങ്ങളിലായി റെയ്ഡ് നടത്തിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൃശൂർ സ്വദേശി പ്രശാന്ത് P. നായരുടെ ബാങ്ക് അക്കൗണ്ട് ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപന അക്കൗണ്ടിൽ നിന്ന് 11.91 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. സ്ഥാപനം മണി ചെയിൻ വഴി 1630 കോടി രൂപ പിരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി.